ഹലോ, അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഒരു പൊതിച്ചോറ് കേട്ടോ. ഒരു പൊതിയല്ല, രണ്ടല്ല, 3. അപ്പം എന്താണ് വെച്ചാൽ ഞങ്ങൾ തിരുവനന്തപുരം വരെ പോവുകയാണ്. ഒരാവശ്യമുണ്ട് പോണ്ടേ. ഈ ചോറ്, ചമ്മന്തി, പൊരിച്ച മീൻ, ഉപ്പേരി, എല്ലാത്തിലും ഒരുപോലെ കേട്ടോ. ഇതാ കറി ഇതേ പാത്രത്തിൽ 3 കറി. തേങ്ങ അരച്ച മീൻ കറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരം പോവുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡിന് കാലിൻ്റെ കാര്യം, കാല് മുറിച്ചതാണ്, മുട്ടൻ താഴെ ഷുഗറായിട്ടെന്ന്. അപ്പോൾ അതൊന്ന് കാല് വെക്കാൻ വേണ്ടിയിട്ട്, ഇന്ന് വെക്കൂല, അളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം തിരുവനന്തപുരം പോയിട്ട് അളവ് കൊടുത്ത് ഇന്ന് പോയിട്ട് നാളെ രാവിലെ റൂമിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവും. എന്നിട്ട് അവിടുന്ന് അളവൊക്കെ കൊടുത്തിട്ട് പോരും. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ട് വേണം കാല് വിളിക്കും നമ്മൾ ചെന്നാൽ കാല് വെച്ചിട്ട് പോരാന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് അളവ് കൊടുക്കാൻ വേണ്ടി പോവുക. എന്തായാലും അവിടെ വരെ പോകണമല്ലോ. കോഴിക്കോടൊന്നും ഒരേ സ്ഥാപനമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ചാരിറ്റി വകമായിട്ടുള്ള ഇതാണ് കേട്ടോ തരുന്നത്. അപ്പോൾ ഓർക്ക് അങ്ങനെ അവിടെ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയി വരാൻ. ഒന്നാമത്തെ ഞാനും സുഖമല്ല, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എനിക്ക്. മൂപ്പർക്കും പോയി വരുന്നവരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടാൽ മാത്രം പോരാ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് ആൾ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് വന്നാലേ എനിക്ക് പറ്റൂ. എനിക്ക് സാമ്പത്തികമായിട്ട് കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഒരാൾ നമ്മളെ സ്വന്തം ഭർത്താക്കന്മാർ വീട്ടിൽ കിടപ്പിലായി പോയാൽ പിന്നെ നമ്മളെ ബുദ്ധിമുട്ട് പെണ്ണുങ്ങൾക്ക് നമ്മൾ പറഞ്ഞറിയിക്കണ്ടല്ലോ. അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കാല് വെക്കാൻ പോകുമ്പോൾ ഇനി നല്ല പൈസ ചിലവുണ്ടാവും. 15 ദിവസം അവിടെ നിൽക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ ഒന്നും സാരമില്ല, ഞാൻ പറയുകയാണ്. പല ഇതും ഉണ്ടാവുമല്ലോ നമുക്ക്, ഇത് മാത്രമല്ലല്ലോ, വീട് കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. അപ്പോൾ എല്ലാ ഇതിലും കൂടി മോനുണ്ട് കേട്ടോ. മോൻ എല്ലാ കാര്യം ചെയ്യും. മോന് ഒരു ഡ്രൈവറാണ്, പക്ഷേ എല്ലാം കൂടി പറ്റില്ലല്ലോ. അതുകൊണ്ടൊക്കെ കൂടി ഞാൻ പറഞ്ഞു കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കിത് ഒരു മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്കൊരു ഗുണമായി വരും. അതുകൊണ്ടാട്ടോ, വേറെ ഒന്നുമില്ല. ഞാൻ എന്താ ചായപ്പണിയൊക്കെ കഴിഞ്ഞ് രാവിലെ അടുപ്പൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ 3 മണിക്ക് എണീറ്റ് ചോറും കറിയും ചായപ്പണിയൊക്കെ ഉണ്ടല്ലോ എല്ലാം കഴിഞ്ഞത്. ആ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി അടുപ്പിൻ്റെ അടുത്തൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ പോകാൻ പുറപ്പെടുന്നു കേട്ടോ. ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി പുറപ്പെടട്ടെ. ഇതായിരുന്നു കറി കേട്ടോ. മീൻ കഷ്ണം എന്താ, ഇതാണ് ഉപ്പേരി വെച്ചത്. ഇത് ചമ്മന്തി. ഇതൊക്കെ വെളിച്ചം കുറവുണ്ട് ഇവിടെ, ലൈറ്റ് അങ്ങോട്ടുള്ള സാരമില്ല, നമുക്ക് നല്ലോണം പിന്നെ കാണാം കേട്ടോ. ഞാൻ പോകാനുള്ള പുറപ്പാട്.